Hello dear children, welcome to Kids Area Online. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. അതിനു മുൻപ് ഒരു കാര്യം കൂടി ടീച്ചർ പറയട്ടെ. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സസ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈൻ റെഗുലർ ക്ലാസ്സസ് ഒക്കെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. അതായത് ഏതെങ്കിലും കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ബേസിക് ഇല്ല എങ്കിൽ അവർക്കായിട്ടുള്ള സൂമിൽ ലൈവ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. സൂമിൽ ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വാട്സ്ആപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9746487799. ഓക്കെ, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പ്രവർത്തനം 6, അണ്ണാൻ കുഞ്ഞിന്റെ ഡയറി. ആനമൂപ്പനും അണ്ണാൻ കുഞ്ഞും എന്താ സുഗന്ധത്തിന്റെ ഉറവിടം തേടിപ്പോയത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അവിടെ രാജാവിന്റെ പൂന്തോട്ടത്തിൽ പോയതും തിരിച്ചു വന്നപ്പോൾ വാഴക്കുല കിട്ടിയതും അതൊക്കെ ഓർമ്മയുണ്ടോ? അതെല്ലാം ചേർത്തിട്ട് അണ്ണാൻ കുഞ്ഞിന്റെ ഡയറി തയ്യാറാക്കുക. ഇന്ന് ആനമൂപ്പന്റെ പുറത്തേറി കാട്ടിലൂടെ സവാരി പോയ ദിവസമാണ്. അടുത്തെന്ത് എഴുതാം? കാട്ടിലൂടെ അങ്ങനെ സവാരി പോകുമ്പോൾ നല്ലൊരു മണം. എഴുതിക്കൂടെ? നിങ്ങൾ ഓരോരുത്തരും ഓരോ ഇതിലായിരിക്കും, ഓരോ ആശയത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ടീച്ചർ ഒരു ഐഡിയ പറയാം. ഇന്ന് ആനമൂപ്പന്റെ പുറത്തേറി കാട്ടിലൂടെ സവാരി പോയ ദിവസമാണ്. ആനമൂപ്പന്റെ പുറത്തിരുന്ന് കാട് ചുറ്റി കണ്ടപ്പോൾ കാട് ചുറ്റി നടക്കുമ്പോൾ നല്ലൊരു സുഗന്ധം. ഞാനും ആനമൂപ്പനും കൂടി സുഗന്ധത്തിന്റെ ഉറവിടം അന്വേഷിച്ച് നടന്നു. ഒടുവിൽ ഞങ്ങൾ കണ്ടെത്തി. കേശവൻ രാജാവിന്റെ പൂന്തോട്ടത്തിലായിരുന്നു ആ സുഗന്ധം. ഞങ്ങൾ അവിടെ പോയി ആ സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടു. തിരിച്ചു വരുന്ന വഴിക്ക് എഴുതാൻ അറിയാലോ, ഞങ്ങൾ അടുത്ത രാജാവിന്റെ അടുക്കൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾക്ക് വാഴക്കുല തന്നു. ആ വാഴക്കുല കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു. ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. ഇങ്ങനെയാണ് എന്താ നമ്മൾ ഡയറി എഴുതാനുള്ളത്. എല്ലാവരും എഴുതി കാണുമല്ലോ. ടീച്ചർ അത് എഴുതാത്തതിനുള്ള കാരണം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ അത് എഴുതിയിട്ടുണ്ടാവും, ഡയറി എഴുതിയിട്ടുണ്ടാവും. ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ ഡയറി എഴുതിയല്ലോ അല്ലേ? യെസ്. അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാവോ? ശുചിത്വശീലങ്ങളായിരുന്നു. ദിപ്പുവും ദൊപ്പുവും കൂട്ടുകാരാണ്. ദിപ്പു ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ദൊപ്പു ആകട്ടെ വൈകിയാണ് ഉണരുന്നത്. അവൻ പല്ലു തേക്കാതെയാണ് ആഹാരം കഴിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും അവൻ വലിച്ചെറിയുകയാണ് പതിവ്. ദിപ്പു രാവിലെയും രാത്രിയും പല്ലു തേക്കും. 2 നേരവും കുളിക്കും. കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കും. ദൊപ്പു ആണെങ്കിൽ നഖം മുറിക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ ദൊപ്പുവിന് ഇടയ്ക്കിടെ രോഗങ്ങൾ വരാൻ തുടങ്ങി. ആരോഗ്യശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ പിടിപെടും. ഇനിയെങ്കിലും ചീത്ത ശീലങ്ങൾ മാറ്റണം, ദിപ്പു കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരുടെ വിശേഷങ്ങൾ വായിച്ചല്ലോ. ഇപ്പൊ ദിപ്പുവും ദൊപ്പുവാണ്, അവർ കൂട്ടുകാരാണ്. ദിപ്പു മടിയനാണ്, രാവിലെ എഴുന്നേൽക്കില്ല, പല്ല് തേക്കില്ല, നഖം മുറിക്കില്ല. ഇതൊക്കെയാണ് ദിപ്പു. എന്നാൽ ദൊപ്പു ആണെങ്കിലോ, ദൊപ്പു ആണ് എല്ലാം എന്താ തെറ്റ് ചെയ്യുന്നത്. ദിപ്പു ആണെങ്കിലോ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ദൊപ്പു മടിയനാണ്, ദിപ്പു മടിയനല്ല. അപ്പൊ ഇവിടെ ഈ ദൊപ്പുവിന്റെയും ദിപ്പുവിന്റെയും വിശേഷങ്ങൾ വായിച്ചില്ലേ? നോക്കിയേ, ദൊപ്പുവും ദിപ്പുവും. ദൊപ്പു മടിയനാ, ദിപ്പു മടിയനല്ല. അപ്പോൾ ശുചിത്വശീലങ്ങൾ ഈ കൂട്ടുകാരുടെ വിശേഷങ്ങളിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. എത്ര എണ്ണം എഴുതണമെന്ന് അറിയാവോ?
5 എഴുതണമായിരുന്നു. ഏതൊക്കെ നിങ്ങൾ എഴുതി? ഇതിൽ ഏതൊക്കെ എഴുതി? വേഗത്തിലൊന്ന് പറഞ്ഞേ, ഏതൊക്കെ എഴുതി? രാവിലെയും രാത്രിയും എന്ത് ചെയ്യണം? പല്ലു തേക്കണം, 2 നേരം കുളിക്കണം, കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കണം, നഖം മുറിക്കണം. അടുത്തെന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും വലിച്ചെറിയാൻ പാടില്ല. രാവിലെ നേരത്തെ, അത് നമ്മുടെ ഇതിൽ വരുന്നതല്ല, ശുചിത്വശീലങ്ങൾ, അത് നമ്മുടെ ആരോഗ്യശീലങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ 5 എഴുതാനുള്ളത്. ഏതൊക്കെയാണ് 5? ഏതൊക്കെ എഴുതിയേ? രാവിലെയും രാത്രിയും പല്ലു തേക്കണം, 2 നേരം കുളിക്കണം, കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കണം, നഖം മുറിക്കണം. വേറെയോ? വൃത്തിയായി നടക്കണം. അതും എഴുതിയാലും ശരിയാണ്. വേറെ എന്താണ്? ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും വലിച്ചെറിയാൻ പാടില്ല. അത് നമുക്ക് എഴുതാം. ഓക്കെ, എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയോ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ചോദിച്ച ചോദ്യം, ദിപ്പുവിന്റെ പിറന്നാൾ. ദിപ്പുവിന്റെ പിറന്നാളാണ്. സ്കൂളിലെ കുട്ടികൾക്ക് നൽകാനായി പേടകൾ 100-ന്റെയും 10-ന്റെയും പാക്കറ്റുകളിലാക്കി. ഇപ്പോൾ ദിപ്പുവിന്റെ പിറന്നാളാണ്, സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പേടകൾ 100-ന്റെയും 10-ന്റെയും പാക്കറ്റുകളിലാക്കി സ്കൂളിൽ കൊണ്ടുപോവുകയാണ്. ഓരോ ക്ലാസ്സിലും നൽകിയ പേടകൾ നോക്കൂ, വിട്ടുപോയ കളങ്ങൾ പൂരിപ്പിക്കൂ. ഇപ്പൊ ക്ലാസ് ആകെ പേടകൾ 100-കൾ 10-കൾ 1-കളാണ്. അപ്പോൾ ഇവിടെ നോക്കിയ 1-ാം ക്ലാസ്സിൽ എത്ര പേട കൊടുത്തു? 156, 156. അതിൽ എത്ര 100-കളുണ്ട്? 1 100, 5 10, 6 1 എഴുതിയിരിക്കുന്നുണ്ടോ? അതുപോലെ 2-ാം ക്ലാസ്സിൽ എത്ര കൊടുത്തു? 103, 103. അപ്പൊ ഇതിൽ എത്ര 100-കളുണ്ട്? 1 100-കൾ. എത്ര 10-കളുണ്ട്? എത്ര 10s ഉണ്ട്? 0 10s. എത്ര 1-കളുണ്ട്? എത്ര 1s ഉണ്ട്? 3 1s. ഓക്കെ, അടുത്ത് നോക്കി, 100-കൾ 1, 10-കൾ 1, 1-കൾ 1. അപ്പൊ എങ്ങനെ എഴുതണം? 1 100, 1 10, 0 1-കൾ, 0 1s. 4-ാം ക്ലാസ്സിന് എങ്ങനെയായിരുന്നു? 124. എങ്ങനെ എഴുതാം? 122 10s, 4 1s. മനസ്സിലായോ? 10-കളുടെ പാക്കറ്റുകൾ ആകെ എത്ര എണ്ണം? 10-കളുടെ പാക്കറ്റുകൾ എത്ര പാക്കറ്റ് ഉണ്ടെന്നാ ചോദിച്ചത്. എത്ര പാക്കറ്റുകളുണ്ട്? 5 + 1 + 2 എത്രയാ? 5 + 1 6, 6 + 2 8. 10-കളുടെ എത്ര പാക്കറ്റ് ഉണ്ട്? 10-കളുടെ പാക്കറ്റുകളാകെ 8. ഓക്കെ, 5ഉം 1ഉം 6, 6ഉം 2ഉം 8. 10-കളുടെ പാക്കറ്റുകളാകെ എത്ര എണ്ണമുണ്ട്? 8. അടുത്ത ചോദ്യം, 2-ാം ക്ലാസ്സിന് ലഭിച്ച പേടകളുടെ എണ്ണം അക്ഷരത്തിൽ എഴുതുക. 2-ാം ക്ലാസ്സിൽ ലഭിച്ച പേടകളുടെ എണ്ണം. 2-ാം ക്ലാസ്സിൽ എത്ര പേടയാ ലഭിച്ചേ? 103, 103. അപ്പൊ മലയാളം മീഡിയം കുട്ടികൾ എങ്ങനെ എഴുതണം? 103, 103. എങ്ങനെയാ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എഴുതുക? 100, 103, 103. ഓക്കെ, എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയോ? എഴുതി. അപ്പൊ ഇതായിരുന്നു അടുത്ത ചോദ്യം. പ്രവർത്തനം 9 എന്തായിരുന്നു? വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതായിരുന്നു. ഇവിടെ നോക്കിയേ, ഒരു മരമുണ്ട്, മരത്തിൽ കുയിലിരിക്കുന്നു, മരത്തിന് താഴെ കുട്ടികൾ കളിക്കുന്നു, കഥകൾ പറയുന്നു, പുഴ അടുത്തുകൂടി ഒഴുകുന്നു. കണ്ടോ? അപ്പൊ എന്തായിരുന്നു? പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ കൊമ്പിലിരുന്ന് കുയിലുകൾ കൂകൂ പാടുന്നു. അടുത്ത് നോക്കിയേ, ആദ്യത്തെ വരി റിപ്പീറ്റ് ആണ്. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരം ഒന്ന് നിൽപ്പുണ്ട്. ഇവിടെയും പൂമരം ഒന്ന് നിൽപ്പുണ്ട്. അപ്പൊ ആദ്യത്തെ 2 വരി എന്താ? റിപ്പീറ്റ് ആണ്. അതുപോലെ എഴുതിയാൽ മതി. പൂമരത്തിൻ കൊമ്പിലിരുന്ന്. ഇവിടെയോ? പൂമരത്തിൻ ചോട്ടിലിരുന്ന് കുയിലുകൾ കൂകൂ പാടുന്നു. അടുത്തതിലോ? കുട്ടികൾ കഥകൾ ചൊല്ലുന്നു. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പൂമരത്തിൻ
കൊമ്പിലിരുന്ന് അല്ലെങ്കിൽ കൊമ്പിൽ പൂമരത്തിൻ കൊമ്പിലിരുന്ന് ഇലകൾ കളകളമാടുന്നു, അങ്ങനെ എഴുതാം. പൂമരത്തിൻ ചോട്ടിലിരുന്ന് കുട്ടികൾ കളികൾ കളിക്കുന്നു, അങ്ങനെ എഴുതാം. വേറെ എന്തെഴുതാം? പൂമരത്തിൻ അരികിലൂടെ പുഴകൾ കളകളം ഒഴുകുന്നു, അങ്ങനെ എഴുതാം. ഓരോ കുട്ടികളും അവരവരുടെ ആശയത്തിനനുസരിച്ച് ഇത് എഴുതിയല്ലോ. എഴുതിയില്ലേ? യെസ്. ഇപ്പൊ 8 വരി എഴുതാനുണ്ട്. 8 വരി എഴുതുക എന്നുള്ളതായിരുന്നു. വരികൾ കൂട്ടിച്ചേർക്കാം. ഇനി അവസാന ചോദ്യം എന്തായിരുന്നു? പാറ്റേൺ പൂർത്തിയാക്കുക. പാറ്റേൺ നോക്കി. ആദ്യത്തെ എങ്ങനെയാ പാറ്റേൺ എഴുതിയ? 2 4 6 8 10 12. കറക്റ്റ് ആണോ? അടുത്ത പാറ്റേൺ എങ്ങനെയായിരുന്നു? 5 10 15 20 25 30. ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയോ? ഇനിയും പാറ്റേൺ ഉണ്ട്. അടുത്ത പാറ്റേൺ എങ്ങനെയായിരുന്നു? 10 20 അല്ല 30. അപ്പോൾ 30 കഴിഞ്ഞ് 40 അല്ല 50, 60 അല്ല 70, 80 അല്ല 90. ഓക്കെ. അടുത്ത് നോക്കി. 51 അടുത്ത് 31 ആണ്. അപ്പോൾ 51 41 31 21 11. ഇതായിരുന്നു നെക്സ്റ്റ് പാറ്റേൺ. അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എഴുതുക. ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എഴുതാം. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എഴുതിയിട്ടുണ്ടാവും. ടീച്ചർ ഒരു പാറ്റേൺ എഴുതുവാണ്. 1 3 1 കഴിഞ്ഞ് 2 എഴുതിയില്ല, 3 എഴുതി. 3 കഴിഞ്ഞ് 4 എഴുതിയില്ല, 5 എഴുതി. 5 കഴിഞ്ഞ് 6 എഴുതിയില്ല, 7 എഴുതി. 7 കഴിഞ്ഞ് 8 എഴുതിയില്ല, 9 എഴുതി. ഓക്കെ. ഇപ്പോൾ ടീച്ചർ ഒരു പാറ്റേൺ ഇവിടെ എഴുതി. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേ? ഈസി ആയിരുന്നില്ല ഇന്നത്തെ എക്സാം? യെസ്, ഈസി ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.